അനു, ചീരു എവിടെ? ചീരു? ഏത് ചീരു? ഇതെന്ത് ചോദ്യാനു? എന്റെ ഭാര്യ ചീരു ചിലങ്ക. അതിന് നിന്റെ ഭാര്യയെ നീ ഇവിടെ കൊണ്ടുവന്ന് വിട്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെ വന്ന് ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാ എന്താനു ചെയ്യാ? ചീരു ഇവിടെ ഉണ്ടെന്ന് ഇന്നലെ രാത്രി സത്യനും ഇന്ദ്രനും വീട്ടിൽ വന്നപ്പോ പറഞ്ഞല്ലോ. അത് നിങ്ങളുടെ ഭാര്യയായിരുന്ന ചീരു അല്ല. അവൾ ഇന്നലെ രാത്രി മരിച്ചു. അങ്ങനെയൊന്നും നീ മരിച്ചു പോവില്ല ചീരു. നിന്റെ 2 കുഞ്ഞുങ്ങൾ എന്റെ വീട്ടിലുണ്ട്. ഇനിയൊന്ന് നിന്റെ വയറ്റിലും ഉണ്ട്. അവർക്കൊരമ്മ വേണമെന്ന് ദൈവവും തീരുമാനിച്ചിട്ടുണ്ട്. നിർത്തടാ. വീട്ടിൽ കയറുമെന്ന് തോന്നിയാസം പറയുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ തരംതിരിച്ച് പറയുന്ന നീ ഒരാണാണോടാ? ചീരുവിനെ ദൈവം ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്കും കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനുള്ള മാർഗം ദൈവം കാട്ടിക്കൊടുക്കും. നിന്നെപ്പോലെ ഒരു ഭർത്താവിനെ അവൾക്ക് ആവശ്യമില്ല. അത് നിങ്ങളാണോ തള്ളേ തീരുമാനിക്കുന്നത്? ഇത് ഞങ്ങളുടെ കുടുംബകാര്യ. പുറത്തുനിന്ന് ആരും ഇടപെടണ്ട. ഇടപെട്ടാ നീ എന്ത് ചെയ്യൂടാ? മൂക്കി വലിച്ചു കയറ്റുവോ? പാവപ്പെട്ട പെമ്പിള്ളേരെ കെട്ടിക്കൊണ്ടുപോയി കഷ്ടപ്പെടുത്തുന്ന നിന്നെയൊക്കെ ചൂലിനടിക്കാൻ എന്നെ പോലെയുള്ള തള്ളമാരില്ലാത്തതുകൊണ്ടാ നീയൊക്കെ ഇങ്ങനെ കിടന്ന് ദഹളിക്കുന്നേ. വിനയ, വേണ്ട. ഭാനുമ്മ ഞങ്ങളുടെ അമ്മയാ. ഞങ്ങളിലൊരാളെ തൊട്ടാ അത് ചോദിക്കാനുള്ള അധികാരം ഭാനുമ്മയ്ക്കുണ്ട്. നീ ചീരുവിനെ തല്ലിയ കൈകൊണ്ട് ഭാനുമ്മയെന്നല്ല ഒരു പെണ്ണിനെ തൊടില്ല. തൊട്ടല കൈ വെട്ടുന്നത് ഒരു പെണ്ണ് തന്നെ ആയിരിക്കും. ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും വന്നൊന്നുമല്ല. ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള വിഷയം നിങ്ങളെല്ലാവരും കൂടി വേറെന്തോ ഉദ്ദേശം വെച്ച് കൊളാക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നീ ഇന്ദ്രനുമായിട്ട് പിരിയാൻ വേണ്ടി നിൽക്കുമ്പോ ചീരുവിന്റെ കാര്യത്തിന് നിങ്ങളുടെ അച്ഛൻ ഇന്ദ്രനെ സത്യനെ എന്റെ വീട്ടിലേക്ക് അയക്കില്ലല്ലോ. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നടക്കട്ടെ അനുമവേ. പ്രശ്നം നല്ല രീതിയിൽ പറഞ്ഞു തീർക്കണമെന്ന് കരുതിയാ ഞാനിവിടെ വരെ വന്നത്. നിങ്ങൾക്കതിന് താല്പര്യമില്ലെങ്കിൽ എൻ്റെ വഴി ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി, കാണാം.